ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഒരുപാട് അഡ്വർടൈസ്മെൻ്റ് എല്ലാം വരുന്നു. ചില കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ സംസാരിക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു അഡ്വർടൈസ്മെൻ്റ് എല്ലാം നമ്മുടെ മൊബൈലിലെല്ലാം ഡിസ്പ്ലേ ചെയ്യുന്നതെല്ലാം കാണാം. ഇങ്ങനെ നിങ്ങൾക്ക് അധികമായി അഡ്വർടൈസ്മെൻ്റ് എല്ലാം വന്ന് ഇതെല്ലാം നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായി തീരുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ ഒഴിവാക്കാം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് പ്രോബ്ലം എല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ നമ്മൾ നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സിലാണ് പോകേണ്ടത്. അതിനുശേഷം നിങ്ങൾ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇനി ഇവിടെ ഓൾ സർവീസസ് എന്നതിൽ പോയി ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴാണ് ആഡ്സ് എന്ന് വന്നിരിക്കുന്നത് കാണുക. അതായത് അഡ്വർടൈസ്മെൻ്റ് എന്നത്. ഇതിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട്. നിങ്ങൾ ഇത് കൃത്യമായി മനസ്സിലാക്കുക. അതായത് നമ്മുടെ ഈ ഒരു ഫോണിൽ നമ്മൾ പലവിധ കാര്യങ്ങളെല്ലാം സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് ഇവിടെ ഒരു അഡ്വർടൈസിങ് ഐ ഡി എല്ലാം ക്രിയേറ്റ് ആകുന്നുണ്ട്. അതിനാൽ തന്നെ ഇത്തരത്തിൽ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഐ ഡിയിലൂടെ നമുക്ക് അധികം പേഴ്സണലൈസ്ഡ് ആഡ്സ് എല്ലാം വരാൻ കൂടുതലായുള്ള സാധ്യതയെല്ലാം ഉണ്ട്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺവാണ്ടഡായി വരുന്ന പരസ്യങ്ങളെല്ലാം ഒഴിവാക്കണമെങ്കിൽ ആദ്യമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ വന്നിരിക്കുന്ന റീസെറ്റ് അഡ്വർടൈസിങ് ഐ ഡി എന്നതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇത് കൺഫേം എന്ന് കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്കെല്ലാം ഇത്തരത്തിൽ റീസെറ്റ് അഡ്വർടൈസിങ് ഐ ഡി എല്ലാം കൊടുക്കുന്നത്, അധിക പരസ്യങ്ങളെല്ലാം വരുന്നത്, പേഴ്സണലൈസ്ഡ് ആഡ്സ് എല്ലാം വരുന്നതെല്ലാം ഒഴിവാക്കാൻ ഇത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇതെല്ലാം നമുക്ക് പരസ്യങ്ങൾ ഇത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുകയാണ് ആവശ്യം. അത്തരത്തിലാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഡിലീറ്റ് അഡ്വർടൈസിങ് ഐ ഡി എന്ന് ഇതിന് താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഡിലീറ്റ് അഡ്വർടൈസിങ് ഐ ഡി എന്ന് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ അഡ്വർടൈസിങ് ഐ ഡി എല്ലാം തന്നെ ഇതിൽ നിന്നും റിമൂവ് ആയിട്ടുണ്ട്. ഇതുമാത്രമല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതിനാൽ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ക്ലിയറായി ഇത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു അഡ്വർടൈസിങ് ഐ ഡി എല്ലാം തന്നെ ഇവിടെ നിന്നും ഒഴിവായിട്ടുണ്ട്. എന്നാൽ ഇത് മാത്രമല്ല, ഇനി നിങ്ങൾ വീണ്ടും ഗൂഗിൾ എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നതിൽ പോകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന് വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്കിവിടെ കാണാം മൈ ആഡ് സെൻറ്റർ എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഏജ്, അതുപോലെ നമ്മുടെ ജെൻഡർ, അതുപോലെ നമ്മൾ ലാംഗ്വേജ്, ഇതെല്ലാം തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നതെല്ലാം ഇവിടെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏജ് എല്ലാം കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ചുള്ള അഡ്വർടൈസ്മെൻ്റ് എല്ലാം നമുക്ക് ലഭിക്കുന്നതിനെല്ലാമാണ്. അതായത് ഇത്തരത്തിൽ ഇവിടെ കൺട്രോൾ ദി ഇൻഫോ യൂസർ ഫോർ ആഡ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഇൻഫോ എല്ലാം യൂസ് ചെയ്ത് അതിനനുസരിച്ചുള്ള അഡ്വർടൈസ്മെൻ്റ് എല്ലാം പേഴ്സണലൈസ്ഡ് ആഡ്സ് എല്ലാം നമുക്ക് വരാനുള്ള സാധ്യതയെല്ലാമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് ഏറ്റവും മുകളിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു അഡ്വർടൈസ്മെൻ്റ് എല്ലാം വരേണ്ട എങ്കിൽ പേഴ്സണലൈസ്ഡ് ആഡ്സ് എന്നത് ഇത് ടാപ്പ് ചെയ്തതിന് ശേഷം ടേൺ ഓഫ് എന്ന് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ടേൺ ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചില ആളുകൾക്ക് പരസ്യമെല്ലാം വരുന്നതെല്ലാം നല്ലതായിരിക്കും. കാരണം അവർ പല കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നത് അതിനനുബന്ധിച്ച ചില കാര്യങ്ങൾ, പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം ആയിരിക്കും അഡ്വർടൈസ്മെൻ്റ് ആയെല്ലാം വരുന്നത്. അങ്ങനെ പരസ്യമെല്ലാം ആവശ്യമാണ് എന്നുള്ളവർക്ക് ഇത് ഓൺ ചെയ്ത് വെക്കാം. അല്ലാത്തവർക്ക് ഇത്തരത്തിൽ ഈ പേഴ്സണലൈസ്ഡ് ആഡ്സ് എല്ലാം തന്നെ ഓഫ് ചെയ്ത് വെക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം മൈ ആഡ് സെൻറ്റർ എന്നതിൽ ഇത് ഓഫ് ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇത് ബാക്ക് ചെയ്തതിന് ശേഷം ഓൾ സർവീസസ് എന്നതിൽ പോയി ആഡ്സ് എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇനി നിങ്ങൾക്ക് പിന്നീടും നിങ്ങളുടെ അഡ്വർടൈസിങ് ഐ ഡി എല്ലാം തന്നെ വീണ്ടും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷനുണ്ട്. നമ്മൾ നേരത്തെ ഡിലീറ്റ് ചെയ്തതാണ്. ഇനി നിങ്ങൾക്ക് അഡ്വർടൈസിങ് ഐ ഡി നേരത്തെ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗെറ്റ് ന്യൂ അഡ്വർടൈസിങ് ഐ ഡി എന്നതിൽ ടാപ്പ് ചെയ്ത് കൺഫേം എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ അഡ്വർടൈസിങ് ഐ ഡി എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ആഡ്സ് എല്ലാം തന്നെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡിലീറ്റ് അഡ്വർടൈസിങ് ഐ ഡി എന്ന് കൊടുത്ത് ഡിലീറ്റ് എന്ന് കൊടുക്കാം. വീഡിയോ ഇത് ഒരുപാട് പേർക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും. അതിനാൽ തന്നെ നിങ്ങൾ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. അവരും ഇതുപോലെ ഒരുപാട് അഡ്വർടൈസ്മെൻ്റ് എല്ലാം വന്ന് അത് വളരെയധികം വിഷമത്തിലെല്ലാം ആയിരിക്കും. അതിനാൽ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് കൂടുതലായി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.